യേശുവെ സ്തോത്രം, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. കർത്താവ് യേശുവെ എത്രത്തോളം മഹത്വപ്പെടുത്തുന്നു. അപ്പൊ അതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവ് പറയുന്നുണ്ട്, ആരൊക്കെ നമ്മളെ മഹത്വപ്പെടുത്തുന്ന, യേശുവിനെ മഹത്വപ്പെടുത്തുന്ന. നമ്മൾ ഓരോരുത്തരും പല പ്രതിസന്ധികളും പല സാഹചര്യങ്ങളിലും കടന്നു പോകുന്നു. അപ്പൊ ഭാരപ്പെടുത്തുന്ന വിഷമങ്ങളിലായിരിക്കാം, ഭാരപ്പെടുത്തുന്ന കടബാധ്യതകളായിരിക്കാം, ഭാരപ്പെടുത്തുന്ന രോഗങ്ങളിലായിരിക്കാം. ഇതൊന്നുമല്ല, കുടുംബ സമാധാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. നീ എന്തിനെ ഓർത്താണോ നീ ഭാരപ്പെടുന്നത്? കർത്താവ് ചോദിക്കുന്നു, നീ എന്തിനെ ഓർത്താണ് ഭാരപ്പെടുന്നത്? എന്താണോ നിന്റെ വിഷമം? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. മത്തായി 16:16. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ ആരാണ്? ഞാൻ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നമ്മുടെ ദൈവമാണ്, നമ്മുടെ അപ്പനാണ്. നമ്മുടെ അപ്പനായി ദൈവമായി പ്രഖ്യാപിക്കുന്ന ഓരോരുത്തരും ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ അറിയാൻ, ഈശോയെ മഹത്വപ്പെടുത്താൻ, ഈശോയെ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഓരോരുത്തരും ഭാഗ്യവാൻ. അവർ ഏറ്റുപറയുക, അവരുടെ കടബാധ്യതകൾ മാറും, അവരെ അനുഗ്രഹിക്കും. കർത്താവ് അവർക്ക് വേണ്ടത് ഭൂമിയിൽ എന്താണോ, എന്ത് വേണോ അതെല്ലാം കർത്താവിനോട് നമ്മൾ എനിക്ക് കാശ് താ, എനിക്ക് രോഗം മാറാൻ എന്നെ അനുഗ്രഹിക്കുക, ഇതൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കർത്താവായി ദൈവത്തിനെ ദൈവമാണെന്ന് പറഞ്ഞ വാഗൊണ്ട് ഏറ്റു പറയുന്ന ഏതൊരു വ്യക്തിയും അനുഗ്രഹിക്കപ്പെടും. മത്തായി 16:16. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. അതെ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു. അത് വാഗൊണ്ട് ആരൊക്കെ ഏറ്റു പറയുന്നു, ആ നിമിഷം അവന്റെ ഹൃദയത്തിൽ ആരൊക്കെ അത് എഴുതി വെക്കുന്നു, ആ നിമിഷം അവൻ അനുഗ്രഹിക്കപ്പെടുന്നു. യേശു അവനോട് അരുളി ചെയ്യുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. അതെ, ദൈവമാണെന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞു പ്രഖ്യാപിക്കുന്നത് ആരോ അവൻ ഭാഗ്യവാനാണ്. ആ ഭൂമിയിലും സ്വർഗത്തും അവൻ ഭാഗ്യവാനാണ്. മാംസരക്തങ്ങളാലല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തരുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അതെ, യേശു എന്ന പാറമേൽ കർത്താവ് പറയുന്നു, യേശു എന്ന പാറമേൽ ഞാൻ നിനക്ക് വേണ്ടതെല്ലാം സ്ഥാപിച്ചിരിക്കും. സന്തോഷവും സമാധാനവും ഐശ്വര്യവും ശത്രുക്കൾ നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോവും. അതെ, നിങ്ങളെ വെറുക്കുന്ന ആരൊക്കെയാണോ അവരെ നിങ്ങളെ സ്നേഹത്തോടെ അടുക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് യേശു പറയുന്നു. ഏത് നിമിഷത്തിലാണോ നിന്റെ നാവ് കൊണ്ട് നീ അത് ഏറ്റു പറയുന്നു, നിന്റെ നാവിൽ പരിശുദ്ധാത്മാവെ, എൻ്റെ നാവിൽ ദൈവത്തെ പരിശുദ്ധാത്മാവായി പ്രഖ്യാപിക്കാൻ, പരിശുദ്ധാത്മാവാണ് എൻ്റെ നാവിൽ പ്രവർത്തിക്കുന്നതെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നു, ആ നിമിഷം അവർ അനുഗ്രഹിക്കപ്പെടും. ഒരു പക്ഷെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കാൻ കാലതാമസം ഉണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി നമ്മളെ മക്കളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. നീ വിശ്വസിക്കുക, നീ അടിവരയിട്ട് വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ നിമിഷം അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടി ഞാനുണ്ട്. കർത്താവ് എന്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ ഭാരപ്പെടുന്നത്, ആ ഒരു വിഷയം മത്തായി 16:16 ചേർത്ത് വെച്ച് ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മുടെ വായിൽ ഏറ്റുപറയാവോ, ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മുടെ നാക്കിൽ അത് പറയാവോ, ആ ഏറ്റുപറയുന്ന നിമിഷം എത്ര പ്രാവശ്യം പറയുന്നു, അത്രയും പ്രാവശ്യം നമ്മൾ അനുഗ്രഹിക്കാൻ പ്രാപിക്കുകയാണ്, അത്രയും പ്രാവശ്യം നമ്മൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്. അപ്പം എല്ലാവരും ഈ പ്രാർത്ഥന കേൾക്കുന്ന നിമിഷം, ഈ വചനം കേൾക്കുന്ന നിമിഷം, മത്തായി 16:16 ഏറ്റു പറയുന്നത് ആരൊക്കെയാണോ, ഏതൊക്കെ നിമിഷത്തിലാണോ, ആ നിമിഷം അവൻ അനുഗ്രഹിക്കപ്പെടും. ഉറപ്പാണ്. യേശു എന്ന പാറമേൽ നമ്മളെ ഓരോരുത്തരെയും അപ്പൻ കയറ്റി നിർത്തി നമുക്ക് അടിയുറച്ച വിശ്വാസം തരുന്നതിനോടൊപ്പം നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. എല്ലാ വിധത്തിലും, രോഗത്താലും കടബാധിതകളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും വിദ്യാഭ്യാസപരമായി ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കള് എല്ലാവരുടെയും കൃപയും കരുണയും കർത്താവ് തരുന്നു. അപ്പം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ സ്തുതിയായിരിക്കണമേ. ആമേൻ.